യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 35-ാം വാക്യം. അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. കുരുടനായി ജനിച്ച ഒരുവന് യേശു കാഴ്ച കൊടുത്തു. തനിക്ക് അത്ഭുത സൗഖ്യം തന്ന യേശുവിനെ അയാൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു. എന്നാൽ യേശുവിനെ ഏറ്റുപറയുന്ന ഏതൊരാളെയും പള്ളിഭ്രഷ്ടനാക്കണമെന്ന് ഒരു നിയമം പള്ളിപ്രമാണികൾ ഉണ്ടാക്കിയിരുന്നു. അവരുടെ വിലക്കിനെ ഗണ്യമാക്കാതെ തന്നെ സൗഖ്യമാക്കിയ യേശുവിൽ ആ മനുഷ്യൻ പൂർണ്ണമായും വിശ്വസിച്ചു. യേശുവിനെ വിശ്വസിച്ചത് നിമിത്തം ഊരു വിലക്കപ്പെട്ടവരുണ്ട്, തറവാടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുണ്ട്. എന്നാൽ തങ്ങൾക്കായി ജീവനെ തന്ന യേശുവിനേക്കാളും തങ്ങൾക്ക് നിത്യജീവൻ നൽകിയ ക്രിസ്തുവിനേക്കാളും വലുതല്ലായിരുന്നു അവർക്ക് ലോകത്തിലെ യാതൊന്നും. സത്യസുവിശേഷം അനുസരിച്ചതുകൊണ്ട് ജീവൻ നഷ്ടമായ രക്തസാക്ഷികൾക്ക് സ്വന്തം ജീവൻ പോലും വിലയേറിയതല്ലായിരുന്നു. യേശുവിനെ സുവിശേഷിച്ചതു നിമിത്തം റൊമേനിയയിലെ തടവറയിൽ വെളിച്ചം കടക്കാത്ത, വൃത്തിഹീനമായ, നിവർന്നു നിൽക്കാൻ കഴിയാത്ത, നിവർന്ന് കിടക്കാൻ കഴിയാത്ത, ഓക്സിജന്റെ അളവ് തീരെ കുറഞ്ഞ ഭൂഗർഭ അറയിൽ ജീവിതത്തിന്റെ ഏറിയ പങ്കും ചെലവിട്ട, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്നറിയപ്പെട്ട റിച്ചാർഡ് വുംറാൻഡ് ഒരിക്കൽ പോലും തൻ്റെ വിശ്വാസം തള്ളിപ്പറഞ്ഞില്ല. യേശു നമുക്കായി ചെയ്തതോർത്താൽ ലോകമോ അതിലെ യാതൊന്നും നമുക്ക് വലുതായി കാണാൻ കഴിയുകയില്ല. പുറത്താക്കുന്നവർ പുറത്താക്കട്ടെ, തള്ളിക്കളയുന്നവർ തള്ളിക്കളയട്ടെ, അർഹമായ അവകാശങ്ങൾ നിഷേധിക്കട്ടെ. ആർക്കും അപഹരിക്കാൻ കഴിയാത്ത നിത്യഭവനത്തിൽ നിത്യമായ പ്രതിഫലങ്ങളുമായി നിത്യദൈവം നമ്മെ ചേർത്തുകൊള്ളും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.